തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒരു ആരോപണത്തിലേക്ക് പോകാം. നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി നയൻതാര. വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറക്കുന്നതിന് ധനുഷ് തടസ്സം നിൽക്കുന്നുവെന്നാണ് നയൻസിന്റെ ആരോപണം. നാനും റൌഡിദാൻ സിനിമയിലെ ഗാനങ്ങളും ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ അനുവദിച്ചില്ല. 3 സെക്കൻഡ് ഭാഗം ട്രെയിലറിൽ ഉൾപ്പെടുത്തിയതിന് 10 കോടി ആവശ്യപ്പെട്ടെന്നും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച തുറന്ന കത്തിൽ നയൻതാര പറയുന്നു. എല്ലാറ്റിനും പിന്നിൽ ധനുഷിന്റെ വ്യക്തിവൈരാഗ്യമാണെന്നും നയൻതാരയുടെ കത്തിലുണ്ട്. AP നദീറ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് AP നദീറ. ധനുഷ് വ്യക്തിപരമായി തന്നെ ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ വിരോധം തീർക്കുകയാണ്. 3 സെക്കൻഡിന് 10 കോടി വാങ്ങിച്ചതൊക്കെ ഒരു പുതിയ അറിവാണല്ലോ നദീറ. തീർച്ചയായും. ഗുഡ് ഈവനിംഗ് സുജിയ പാർവതി. ധനുഷിനെതിരെ വലിയൊരു ആരോപണമാണ് നയൻതാര മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത്രയും കാലം ക്ഷമിച്ചിരുന്നിട്ട് അവസാനം അവർ വെളിപ്പെടുത്തൽ നടത്തിയ രൂപത്തിലാണ് ഒരു തുറന്ന കത്ത് അവർ ധനുഷിന് എഴുതിക്കൊണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. അവരുടെ ആരോപണം പ്രധാനമായും സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ അടുത്തിടെ റിലീസ് ചെയ്യാനിരിക്കുന്ന അവരുടെ ബയോപിക് രൂപത്തിലുള്ള ഡോക്യുമെൻ്ററി, അതായത് ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്നറിയപ്പെടുന്ന ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിലർ പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു വിവാദമുണ്ടായത്. ഇതിനകത്തെ അവർ ആദ്യം വിഘ്നേഷിനെ, അവരുടെ ഭർത്താവായ വിഘ്നേഷിനെ ആദ്യം കണ്ടുമുട്ടിയ സിനിമയുടെ സെറ്റെന്ന് പറയുന്നത് ധനുഷ് നിർമ്മാതാവായ നാനും റൌഡിദാൻ എന്ന സിനിമയായിരുന്നു. ഈ സിനിമയുടെ സെറ്റിൽ വെച്ച് ആ ചിത്രീകരണ സമയത്തെ ഉണ്ടായ ചില വീഡിയോകൾ, ദൃശ്യങ്ങൾ ഇതിൽ ഉപയോഗിച്ചു. അതിലെ പാട്ടു സീനൊക്കെ ഈ ട്രെയിലറിൽ ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് ഇവർക്കെതിരെ 10 കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടൊരു സൂട്ട് ഫയൽ ചെയ്യുകയായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ നയൻതാര രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു 3 സെക്കൻഡ് വീഡിയോ, അതും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയം ഒപ്പിയെടുക്കപ്പെട്ടെന്ന് കരുതപ്പെടുന്ന ആ നിമിഷത്തിൽ അതിൻ്റെ ഒരു 3 സെക്കൻഡ് ഉപയോഗിച്ചതിനാണ് ധനുഷ് തന്നോട് ഇങ്ങനെ പെരുമാറിയിരിക്കുന്നതെന്നാണ് നയൻതാര പറയുന്നത്. ധനുഷിൻ്റെ സ്വഭാവം ഒരിക്കലും നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ പുറത്ത് ആളുകൾ അറിയുന്നത് പോലെയോ അല്ലെന്ന് കൃത്യമായി പുറം ലോകത്തോട് വിളിച്ചു പറയുകയാണ് നയൻതാര ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിവാദം, അതായത് ധനുഷുമായി ബന്ധപ്പെട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നു. ധനുഷ് എത്തരക്കാരനാണെന്ന് തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നെറ്റ്ഫ്ലിക്സ് സീരീസ് പുറത്തു വരാനിരിക്കുന്നു. അതിൻ്റെ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലെ 3 സെക്കൻഡ് വിഷ്വലിന് ധനുഷ് ഇട്ട വില 10 കോടി രൂപ. അതാണ് അവരെ ചോടിപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. തമിഴ് സിനിമാ ലോകത്ത് മാത്രമല്ല, ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഈ ഒരു 3 സെക്കൻഡും 10 കോടിയും വലിയ രീതിയിൽ ചർച്ചയിലേക്ക് പോവുകയാണ്. ധനുഷ് എന്ന വ്യക്തിയെ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു കാട്ടുന്ന രീതിയിൽ നയൻതാരയുടെ ഭർത്താവ് വിഘ്നേഷ്, അദ്ദേഹത്തിൻ്റെ പഴയ ചില ക്ലിപ്പുകൾ, മനുഷ്യത്വപരമായി സംസാരിക്കുന്ന പഴയ ചില ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടൊക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ വിവാദം മുന്നോട്ട് പോവുകയാണ്. ഇതിലിപ്പോൾ ധനുഷ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ധനുഷിന്റെ പ്രതികരണവും കിട്ടുമോ എന്ന് നോക്കൂ. ഈ വിഷയത്തിൽ AP നദീറയാണ് നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. വ്യക്തിവൈരാഗ്യം ധനുഷ് തന്നോട് കാട്ടുന്നുവെന്നാണ് ഇപ്പോൾ നയൻതാര ഒരു തുറന്ന കത്തിലൂടെ പുറം ലോകത്തെ അറിയിക്കുന്നത്.